സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ആഫ്റ്റർ 40 ലേഡീസ്, അവർക്ക് ബട്ടക്സ് ഒന്ന് ഷേപ്പ് ആവാനും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ജെൻസോ ലേഡീസോ ആയിക്കോട്ടെ ബോഡി ലൂസ് ആവും. അപ്പോൾ ലൂസായ പോർഷൻസ് ഒന്ന് ടൈറ്റ് ആവാനും ബട്ടക്സിൽ ഒന്ന് ഷേപ്പ് ആകാനുമുള്ള വർക്കൗട്ട് പോസ്റ്റ് ചെയ്യുമോ എന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ പലരും എന്നോട് ആവശ്യപ്പെട്ട വീഡിയോകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള വർക്കൗട്ടുകളുണ്ട്. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വെറുതെ വർക്കൗട്ട് മാത്രം നോക്കിപ്പോരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഒരു റിസൾട്ടും വരില്ല. അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ. വർക്കൗട്ട് മാത്രം സ്കിപ്പ് ചെയ്ത് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര വർക്കൗട്ട് കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവില്ല. ചിലർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, ഞാൻ ഒരുപാട് ദിവസമായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? വർക്കൗട്ട് മാത്രം ചെയ്താൽ പോരാ. ഒരു ഫാറ്റി ബോഡിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതും, നമ്മുടെ ലീൻ ബോഡിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നുള്ളതും ഞാൻ വർക്കൗട്ടിനിടയിൽ പറയും. അപ്പോൾ അതും കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അല്ലാതെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാവരും ജനറ്റിക്കിൽ പല അച്ഛനമ്മയുടെ മക്കളാണ്. അപ്പോൾ പലർക്കും പല ബോഡി ലാംഗ്വേജ് ആയിരിക്കും ഉള്ളത്. എല്ലാവർക്കും കോമൺ ആയിട്ടൊരു ബോഡി ലാംഗ്വേജ് അല്ല ഉള്ളത്. അപ്പോൾ റിസൾട്ട് പലർക്കും പല രീതിയിലായിരിക്കും വരിക. അപ്പം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറൽ പൊതുവെ എല്ലാവർക്കും യൂസ്ഫുള്ളായ എല്ലാവർക്കും ചെയ്യാവുന്ന വീഡിയോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഇടയിൽ പറയുന്ന ഡയറ്റ് പ്ലാനും കാര്യങ്ങളും നിങ്ങൾ എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം. വർക്കൗട്ടിലോട്ട് കയറുന്നതിന് മുമ്പ് ആദ്യം കാലൊക്കെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കാലൊക്കെ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. വെറുതെ ഒരു 10 പ്രാവശ്യമെങ്കിലും ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഷോൾഡർ വഴി കാല് വെക്കുക. കാല് വെച്ചതിന് ശേഷം ഈ ഗ്ലൂട്ട് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. നേരെ ഗ്ലൂട്ട് അപ്പിട്ട് വേണം ഇരിക്കാൻ. സ്ട്രെയിറ്റ് ഇങ്ങനെ ഇരിക്കില്ല. അപ്പം നടുവളഞ്ഞാൽ ബാക്ക് പെയിൻ വരും. അതുകൊണ്ട് നേരെ നിൽക്കുക, ഷോൾഡർ വഴി കാല് വെക്കുക. അതിനുശേഷം ഗ്ലൂട്ട് ഒന്ന് അപ്പ് ചെയ്യുക. ഗ്ലൂട്ട് അപ്പ് ചെയ്ത ശേഷം ഇരിക്കുക. 1 2 3 4. ഇത് മെയിനായിട്ടൊരു വർക്കൗട്ട് തന്നെയാണ്. നമ്മുടെ ബോഡിക്ക് പ്രത്യേകിച്ച് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ബട്ടക്സ് സൈഡ് തന്നെ ആയിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഹോം വർക്കൗട്ട്, നമ്മൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത ഹോം വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് എന്തെങ്കിലും ജിമ്മിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡംബിൾസ്, ബാർബൽ, ഇതൊക്കെ നിങ്ങൾ മേടിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വരുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കാര്യമില്ല. നിങ്ങളുടെ സമയം പോകാമെന്നല്ലാതെ ഒരു കാര്യമില്ല. ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ് നിങ്ങൾ മേടിക്കുക. ഓൺലൈൻ ആണല്ലോ, അധികം എക്സ്പെൻസീവ് ഒന്നുമില്ല. ഇപ്പോൾ ഓൺലൈൻ യുഗത്തിൽ എല്ലാവിധ സാധനങ്ങളും മേടിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇരുന്ന് എഴുന്നേറ്റതിന് ശേഷം ഇത് 5 കിലോയേ ഉള്ളൂ. ഒരു റോഡാണ്. ഈ റോഡ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആംസ് നല്ല ഷേപ്പാക്കാം, ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പോലെ ബട്ടക്സിനുള്ള വർക്കൗട്ട് ചെയ്യാം, ലെഗിന് ഫുൾ വർക്കൗട്ടും ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഷോൾഡർ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് 5 kg ആണ്. ഇതേപോലത്തെ റോഡ് മേടിക്കാം. മേടിച്ചതിന് ശേഷം ഇത് നമ്മുടെ ഷോൾഡറിൽ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നിന്നതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട് മാത്രം അപ്പ്, ഷോൾഡർ വഴി കാല് വെക്കുക. ആദ്യം ചെയ്യേണ്ടത് ഷോൾഡർ വഴി കാല് വെക്കുക. കാല് വെച്ചതിന് ശേഷം ഗ്ലൂട്ട് ഒന്ന് അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ട് മടക്കി ഇരിക്കണം. 1 2 3 4 5. ഷോൾഡർ വഴി കാല് വെക്കുക. കാല് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്ലൂട്ട് ഭാഗം ഒന്നിങ്ങനെ നേരെ നിന്നിട്ട് അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കാവുള്ളൂ. അല്ലെങ്കിൽ നടു വളയാൻ പാടില്ല. നടു വളയാതിരിക്കേണ്ട അങ്ങനെ പറയുന്നത്. നേരെ ഇരിക്കുക. ഇതിന് ശേഷം 1 2 3. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ബട്ടക്സ് സൈഡിലോട്ടേക്ക് വരിക. കൃത്യമായിട്ട് അവിടെ വരിക. അപ്പോൾ നമ്മുടെ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഇത് ലൂസായ പോർഷൻസ് ടൈറ്റ് ആവും, നല്ല ഷേപ്പായി വരും. ഇത് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ എപ്പോഴും പറയാനുള്ള പോലെ 10x3 10x4 ഈ ഒരു ഫോർമേഷനാണ് ചെയ്യേണ്ടത്. 10ൽ കുറയാതെ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ 10ൽ കൂടുതൽ 15 ചെയ്തെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. പിന്നെ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആഫ്റ്റർ 40 ആയതുകൊണ്ട് പറയുകയാണ്, ലെഗിൽ സപ്പോർട്ടർ ഉപയോഗിക്കുക. നീ സപ്പോർട്ടർ മേടിക്കാൻ കിട്ടും, സ്പോർട്സ് സെൻ്ററിലൊക്കെ കിട്ടും, ഓൺലൈനും കിട്ടും. അത് ഇട്ടതിന് ശേഷം ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല.
അത് യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യാം. 4 സെറ്റ് ഇത് ചെയ്യുക. ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വൺ നമ്മളിനി ഡംബിൾസോട്ടാണ് കയറുന്നത്. ഇത് ഈ ഡംബിൾസ് 2.5 ആണ്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് മതിയാവും. ഇനി നമ്മൾ ബട്ടനുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ 5 കിലോ എടുക്കുന്നതൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത്. 5 കിലോ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് മേടിക്കാം. മേടിച്ച ശേഷം ഡംബിൾസ് ഇതാ ഇങ്ങനെ പിടിക്കുക. സുമോ സ്ക്വാട്ട് എന്ന് പറയും. ലെഗ് ഇതേപോലെ തന്നെ ഗ്ലൂട്ട് അപ്പ് ചെയ്തതിന് ശേഷം ഷോൾഡർ വൈഡ് കാല് വെക്കുക. കാല് വെച്ചതിന് ശേഷം ഡബിൾസ് പിടിക്കുക. ഈ ലെഗ് തുറന്നു വെക്കണം. തുറന്നു വെക്കുന്നത് കറക്റ്റ് ഗ്ലൂട്ടിലോട്ട് വരും. 1 2 3 4 5. നടുവളയാതെ ഗ്ലൂട്ട് അപ്ഡേറ്റ് വേണം ചെയ്യാൻ. ഇത് റിപ്പീറ്റേഷൻ 10x3 ഇതും ചെയ്യാം. മെയിനായിട്ട് ഗ്ലൂട്ടിന് വരുന്നൊരു എക്സസൈസ് ആണിത്. ഇത് ചെയ്യാം. നെക്സ്റ്റ് വൺ വർക്കൗട്ട്. ഇനി അതിനും ഒരു കാര്യം പറയാണ്ട്, തീരെ ലീനായിട്ടുള്ള ആൾക്കാർ, മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ വർക്കൗട്ട് കൊണ്ട് മാത്രം ചിലപ്പോൾ റിസൾട്ട് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗെയിൻ ആവാനുള്ള ഫുഡ്, പ്രോട്ടീൻ ഫുഡ് നമ്മൾ ആഫ്റ്റർ 40 നിർബന്ധമായിട്ടും പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഗെയിൻ ആവുള്ളൂ. നിങ്ങൾ ഗെയിൻ ആവാനുള്ള പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്കഷൻ ബോക്സിൽ ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീരെ റിസൾട്ട് വരാത്ത മെലിഞ്ഞവർക്കുള്ള ഫുഡ് ഐറ്റംസ് ഏതാണെന്നുള്ളത് ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെവി ഫാറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നേരത്തെ തിരിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് വരുള്ളൂ. നിങ്ങൾക്ക് ഇത് കട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വർക്കൗട്ടെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വരിക. നമ്മളിപ്പോൾ നല്ലോണം ഗെയിൻ ആവണമെങ്കിൽ ആദ്യം നമ്മൾ ചെറിയ ഡംബിൾസ് കൊണ്ട് 1-2 മാസം വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഡംബിൾസിൻ്റെ ലോഡ് കൂട്ടി ചെയ്യുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് റിസൾട്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ കാലാകാലം ഒരേ 2 കിലോ വെയിറ്റ് എടുത്ത് ഇങ്ങനെ തന്നെ 1 വർഷം 2 വർഷമായിട്ട് കാര്യമില്ല. ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ 2 kg എന്നുള്ളൊരു 5 kg എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ മാറ്റങ്ങൾ വരും. ഇനി നെക്സ്റ്റ് വൺ, നല്ല ഫാറ്റുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷേപ്പ് ആവണം, ഒതുങ്ങണം, ബാക്ക് നല്ല ഒതുങ്ങിയ ഷേപ്പ് ആവണം. ഇത് ലൂസായ പോർഷൻസൊക്കെ ടൈറ്റാണ്. ഇതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായ ഡയറ്റ് വേണം. ആ ഡയറ്റ് ഞാൻ എല്ലാ മനുഷ്യർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ഡയറ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കയറി കാണുക. കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോഴേ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, ഒരു ബെഞ്ചിൽ നമ്മുടെ ഷോൾഡർ വെച്ചിട്ട് കിടക്കണം. കൃത്യമായ നമ്മുടെ ഷോൾഡർ വരെ ആ ബെഞ്ചിനെ അങ്ങോട്ട് നീങ്ങണം. തല കുറച്ച് പുറത്തോട്ട് നിൽക്കണം. അതിനുശേഷം നമ്മുടെ ഹിപ്പിൽ ഈ റാഡ് വെക്കണം. റാഡ് വെച്ച ശേഷം പുഷ് ചെയ്യാം. 1 നല്ല താത്തി കൊടുക്കുക. 2 3 4 5 6 7 8 9 10. ഇതും കൃത്യമായിട്ട് നമ്മൾ റബ്സ് 50 ചെയ്യാൻ ശ്രമിക്കുക. അവിടെ വയറിലെ ഈ അടിവയറിന്റെ സൈഡിൽ വെക്കുക, ചേർത്ത് വെക്കുക. അതിനുശേഷം നന്നായിട്ട് താന്നതിന് ശേഷം ഹിപ്പ് ഇങ്ങനെ പിടിക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5. ഓക്കെ. ഇപ്പോൾ മെയിനായിട്ടുള്ള വർക്കൗട്ടാണ് ബാർബിൾ, സുമോ സ്ക്വാട്ട്. ഇത് ഇപ്പോൾ ഗ്ലൂട്ടിനുള്ള മെയിൻ വർക്കൗട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ലെഗിലോട്ടല്ല വരിക. നിങ്ങൾ അത് പറഞ്ഞിരിക്കണം. ഗ്ലൂട്ടിലോട്ട് തന്നെയാണ് വരിക. കൃത്യമായി ഇവിടെ തന്നെയാണ് വരിക. ഈ പോസ്റ്റ് തന്നെയാണ് വരിക. ഇനി നെക്സ്റ്റ് വൺ, അത് വളരെ വലിയ പ്രധാനപ്പെട്ട വർക്കൗട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട്. ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഒരു സ്റ്റിക്ക് എടുത്തിങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം ഒരു കൈ പിടിക്കുക. പിടിച്ചിട്ട് ഒരു ലെഗ് ബെഞ്ചിന് മുകളിൽ കയറ്റി കൊടുക്കുക. ബെഞ്ചിന് മുകളിൽ കയറ്റി വെച്ചിട്ട് ബോഡി സ്ട്രെയിറ്റിന് വരെ കുറച്ച് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം താഴെ മുട്ടുമടക്കുക. 1 ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്ക് യൂസ് ചെയ്യാം. 2 3 4. അതേപോലെ തന്നെ അടുത്ത കാലം ടേൺ ചെയ്തതിന് ശേഷം ബെഞ്ചിലൂടെ കാല് വെക്കുക. വെച്ചതിന് ശേഷം കുറച്ച് ബോഡി സ്ട്രെയിറ്റ് നിൽക്കാതെ കുറച്ച് ബെൻഡ് ചെയ്ത് വെക്കുക. 1 2 3
4, 5. കൃത്യമായിട്ട് നമ്മുടെ ബട്ടർ സൈഡ് ടൈറ്റ് ആവും, നല്ല ഷേപ്പ് ആവും, നല്ല ഗെയിൻ ആവും. ഈ എല്ലാ വർക്കൗട്ടുകളും ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറവുള്ളവർ അത് ഗെയിൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. ഈ കൂടുതലുള്ളവർ അത് കുറയണമെങ്കിൽ പക്ക ഡയറ്റ് എടുക്കുക. ഡയറ്റ് എടുത്തതിന് ശേഷം ചെയ്യുക. ഇനി ഇത് ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണമെന്നായിരിക്കും അടുത്ത് വരുന്നത്. നമ്മൾ ഏത് മസിൽസിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിന് 48 മണിക്കൂർ വേണം മസിൽ റിക്കവറിക്ക്. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം വർക്കൗട്ട് ചെയ്ത് ലെഗ് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ റൂട്ട് വർക്കൗട്ട് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമായി ചെയ്യരുത്. പെട്ടെന്ന് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യരുത്. റിസൾട്ട് വരില്ല. നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല. ബോഡിയിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് വർക്കൗട്ട് ചെയ്താൽ നിങ്ങളത് ഒന്ന് റെസ്റ്റ് കൊടുക്കുക. റെസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഒരു 2 ദിവസത്തിന് ശേഷം ചെയ്യുക. ആ 2 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒരുപാട് ഹോം വർക്കൗട്ടുകളുണ്ട്. കുറച്ച് നേരം കാർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കാർഡ് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ആംസ് വീക്കാണെങ്കിൽ ആംസിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് ഷേപ്പ് ആവാനും ഗെയിൻ ആവാനും വേണ്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വർക്കൗട്ടുകൾ ചെയ്യുക. ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതിന് 48 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം നെക്സ്റ്റ് വർക്കൗട്ടുകൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതെല്ലാം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് വരുള്ളൂ. അല്ല വീഡിയോസ് മാത്രം സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ജിമ്മുകളിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഹോം വർക്കൗട്ട് ചെയ്യുമ്പോൾ വളരെ ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ ഇങ്ങനത്തെ സ്പെഷ്യൽ വർക്കൗട്ടുകളൊക്കെ വരുമ്പോൾ 3-4 വർക്കൗട്ടുകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇനി പേഴ്സണലായിട്ട് എന്തെങ്കിലും അറിയിക്കാനുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ്. എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ID, SANJAI. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക. ഞാൻ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പരമാവധി എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. തിരക്ക് കാരണം ചില സമയങ്ങളിൽ മിസ് ആകാറുണ്ട്. എങ്കിലും ഞാൻ പരമാവധി എല്ലാ അറ്റൻഡ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി, നമസ്കാരം.